കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെയും ശങ്കറിന്റെയും ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശങ്കറിനെ ഗൗരിയും തമ്മിലടുപ്പിക്കാനായിട്ട് തങ്കച്ചി മഹാദേവൻ ശ്രമിച്ചു. ആ പദ്ധതികളൊക്കെ അങ്ങനെ ചീറ്റിപ്പോവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗരിയും കമലയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരെ ശങ്കറിനെയും ഗൗരിയും തമ്മിലടുപ്പിച്ചില്ലെങ്കിൽ ഗൗരിനെയും കമലയും തമ്മിലടുപ്പിക്കാനായിട്ട് തങ്കച്ചിക്കും മഹാദേവനെ കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു, ഫുഡ് കഴിക്കാൻ വന്നിരുന്ന സമയത്താണെങ്കിൽ മഹാദേവന് തന്റെ ഗൂഢതന്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പൊ ആ തന്ത്രത്തിന്റെ പിന്നിൽ തങ്കച്ചിയായിരുന്നു ഉണ്ടായിരുന്നേ. തങ്കച്ചി വന്നിട്ട് മഹാദേവനോട് ധ്രുവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ശങ്കർ കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഗൗരി അങ്ങോട്ട് വരുന്നേ. അപ്പൊ ഗൗരിയോട് പറഞ്ഞു, മോളെ നീ ഈ ചെയ്യുന്ന ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നാളെ അവൻ മരിച്ചിട്ട് ഇപ്പോഴും നിന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള ഓർമ്മകളാണോ? ധ്രുവം മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ലെന്ന് ചോദിക്കുക. ഒരു നിമിഷം ഗൗരിയിലൊരു ഞെട്ടലുണ്ടായി. ഇതാരാ പറഞ്ഞത്? ഒരു പക്ഷെ ശങ്കറാണോ പറഞ്ഞത്? ശങ്കർ അങ്ങനെ പറയാൻ വഴിയില്ല, പിന്നെ ആരായിരിക്കും? പെട്ടെന്ന് ശങ്കർ ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ കുട്ടി ശങ്കരാന്ന് ചോദിക്കുക. അല്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും ധ്രുവം മരിച്ചിട്ടില്ലെന്നാ. അല്ല അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും മോനെ. ഈ വീട്ടിലൊരു ഈച്ച അനങ്ങിയാൽ പോലും ഞാൻ അറിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് ചോദിക്കണം. ശേഖർ ഈ സമയത്ത് പറയാം, എന്തായാലും എന്റെ അനിയൻ കിട്ടിയേക്കുന്ന പെണ്ണ് കൊള്ളാം. അവന് ഇവിടെ എങ്ങും പെണ്ണില്ലാഞ്ഞിട്ട് പോയി തപ്പി കണ്ടുപിടിച്ചോണം. നല്ല സ്വഭാവ മഹിമയുള്ള നല്ല ഒന്നാം തന്നെ ഒരു പെണ്ണിലല്ലേ കിട്ടിയേക്കണെന്ന് ചോദിക്കണം. ശങ്കറിന് മുന്നിൽ വെച്ച് ഗൗരിനെ കുത്തി പറയാണ്. ഗൗരിക്ക് വല്ലാത്ത സങ്കടം വന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തന്റെ സ്വഭാവത്തെ എങ്ങനെ കളിയാക്കിയേക്കുന്നേ. തന്റെ സ്വഭാവ ഗുണത്തെ ചോദ്യം ചെയ്ത് കഴിയുമ്പം ഗൗരിക്ക് നല്ല ഏതൊരു പെണ്ണിനും സങ്കടവും ദേഷ്യം വരും. ഗൗരി പെട്ടെന്ന് കരഞ്ഞോണ്ട് അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോണം. ശങ്കർ ശേഖരനോട് ദേഷ്യപ്പെട്ടു. ശേഖരൻ എന്തിന്റെ കേടാ ഇത്? എനിക്ക് എന്റെ ഗൗരിനെ അറിയാം, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാം. പിന്നെ എന്തിനാ ശേഖരേട്ടൻ അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കാം. അതൊക്കെ നീ പറയും. അപ്പൊ അറിഞ്ഞോണ്ടിരുന്നാ മതി മോനെ. നീ സ്വന്തം മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അവൾ ചെയ്ത് ശരിയാണോ തെറ്റാണെന്നൊക്കെ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോന്ന് പറയും. ശങ്കറിന് ദേഷ്യം വന്ന് ശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. പെട്ടെന്ന് തങ്കച്ചി പറഞ്ഞു, ഏറ്റു അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഏറ്റിട്ടുണ്ട്, ഇനി ഇത് മതി, തീപ്പൊരിയായിട്ട് ആളെ അങ്ങോട്ട് കത്തിക്കോളും. ഇത് പറഞ്ഞ് അവർ രണ്ടും തമ്മിൽ വഴക്കുണ്ടായിക്കോളും. മഹാദേവൻ പറഞ്ഞു, ഇനിയല്ലേ നമ്മൾ അടുത്ത ബോംബ് പൊട്ടിക്കാൻ പോകുന്നത്, നീ ധൈര്യമായിട്ടിരിക്കുക. അവളെ വീട്ടിൽ ഞാൻ പടിയടിച്ച് പിണ്ടം വെക്കും. ഈ മഹാദേവനടാ അവളുടെ കളി. അവൾ വക്കീലുമായിട്ട് വന്നിരിക്കുന്നു കമല ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിട്ട്. കമലയുടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവളല്ലേ, അവൾക്ക് തന്നെ ആദ്യത്തെ പണി ഇരിക്കട്ടെ എന്ന് പറയണം. പിന്നീട് ഗൗരി മുറിയിലേക്ക് എന്ന് കരഞ്ഞോണ്ടിരിക്കണം. ഗൗരിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ധ്രുവനെ താൻ കണ്ടത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്ങനെയായിരിക്കും ശങ്കർ പറഞ്ഞറിയാതെ അമ്മയും അച്ഛനും ഇത് അറിയുന്നേ? ഒരു പക്ഷെ താനിത് കമലയടത്തിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കമലയടത്തിയാണോ തന്നെ ചതിച്ച് ആ ഒരു ചിന്ത ഗൗരിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചെന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ശങ്കർ അങ്ങോട്ട് വന്നു. ഗൗരിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നീയാണോ ധ്രുവനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കണം. ഞാൻ എന്തിനാ ശങ്കറെ ധ്രുവനെ കുറിച്ച് പറയണേ? എവിടെ ചെന്നാലും എനിക്കൊരു സമാധാനമില്ല. ഈ ധ്രുവൻ ആ ഒരു ചിന്ത മാത്രമേ കേൾക്കാനുള്ളെന്ന് പറയണം. ഗൗരി കരയുന്ന കണ്ടപ്പോ ശങ്കറിന് സങ്കടം വന്നു. പോട്ടെ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയതല്ലേ, എനിക്ക് നിന്നെ വിശ്വാസമാ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഗൗരി മുഖം വീർപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും, നീ ഒന്ന് ചിരിക്കാൻ പറയണം. പക്ഷെ ഗൗരിയുടെ മുഖം തെളിഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്താലാ നിന്റെ മുഖവും തെളിയുന്നേ? എനിക്ക് നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വാസക്കുറവില്ല ഗൗരി. നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഏതിനും നിന്റെ ഒപ്പം ഞാനില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗൗരിയുടെ മുഖം തെളിഞ്ഞ് ശങ്കർ പറഞ്ഞു, നിനക്ക് ഇതിന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. വേദന പറഞ്ഞാൽ മനസ്സിലാണെങ്കിലേ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണം. എന്നെ കുറിച്ച് നീ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ സഹിക്കുമെന്ന് ചോദിക്കുകയാണ്. ഈ വേദന നിനക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങോട്ട് ചാരങ്ങാട്ട് വീട്ടിലേക്ക് നല്ല സുന്ദരിയായിട്ടൊരു പെണ്ണ് വരണം. ആ പെണ്ണ് വന്നു കഴിയുമ്പോ അറിയാം നിന്റെ സ്വഭാവം മാറുന്നേ. അപ്പൊ നിനക്ക് എന്നെ സംശയവും എന്ന് പറയും. പിന്നെ ഇപ്പൊ എത്ര പെണ്ണ് വന്നു പറഞ്ഞാൽ എനിക്ക് എന്റെ ശങ്കുവിന് സംശയമൊന്നും വരത്തില്ലെന്ന് പറയാം. കണ്ടറിയാം, ഒന്ന് വന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ നോക്കിയെന്ന് പറഞ്ഞാൽ പോലും നിനക്ക് സംശയം, എന്നിട്ടാണ് നീ വലിയ വീരവാദം മുഴക്കണേന്ന് പറയാ. പിന്നീട് ഗൗരി ശങ്കറും അങ്ങനെ കൂട്ടാകുമായിരുന്നു. അങ്ങനെ തങ്കച്ചിയുടെ മഹാദേവന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുമെന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ അവർ തമ്മിൽ ഒരു വഴക്കൊന്നും ഉണ്ടാക്കില്ല. ഈ സമയത്താണെങ്കിൽ വേണിയാണെങ്കിൽ നല്ല ടെൻഷനിലായിരുന്നു. നാളെ രഞ്ജുവിന്റെ അടുത്തേക്ക് പോകണം. അവളെ എങ്ങനെയും പൊളിച്ചടുക്കണം. അവളും ആദർശാനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. ഈ മൊബൈൽ കൊണ്ട് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയണം.
അപ്പൊ വൈകുന്നേരം കിടക്കാൻ നേരം ആദർശനോട് പറഞ്ഞു, നാളെ നമുക്ക് രണ്ടുപേർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല നീയല്ലേ പറഞ്ഞേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല, ഹോസ്പിറ്റലിലേക്കാന്നും പറഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണേ, നേരെ രഞ്ജുവിന്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറയാം. ദേ വേണി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാണെന്ന് പറയാം. വേണ്ട, ഇത്രയും നാളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ അനുസരിച്ചോ? ഇല്ലല്ലോ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. അവൾക്ക് എന്തിന്റെ കേടാന്ന് ഞാനൊന്ന് അറിയട്ടെ. എന്റെ ഭർത്താവിനെ തന്നെ അവൾക്ക് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. നാളെ ആട്ടെ ഈ വേണി ആരാന്നുള്ള കാര്യം അവൾ അറിയാൻ പോകുന്നുള്ളൂ. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങും മനുഷ്യാന്ന് പറയണം. അങ്ങനെ ആദർശ് കിടന്ന് ഉറങ്ങുക. വേണിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റണുണ്ടായിരുന്നില്ല. നാളെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ നടക്കും, അതുപോലെ തന്നെ ആദർശിന്റെ മനസ്സിലും ഇവിടുന്ന് കള്ളം പറഞ്ഞിട്ട് പോകണം. പാവം നന്ദിനി അമ്മേനെ പ്രൊഫസറെ വഞ്ചിക്കുകയാണെന്ന് ഓർക്കുമ്പോ അതൊരു സങ്കടം തന്നെയാണ്. പക്ഷെ നാളെ വന്നേയും പറയണം പ്രഗ്നന്റ് അല്ലാന്നുള്ളത്. അവരിനി വഞ്ചിക്കാൻ പറ്റില്ല. പോയിട്ട് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാം എന്നൊരു ചിന്തയായിരുന്നു വേണ്ട മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗൗരി അടുക്കളയിലേക്ക് വരുമ്പോൾ കമല അവിടെ നിൽക്കുന്നുണ്ട്. കമലയെ കണ്ടു കഴിയുമ്പോൾ ഗൗരി മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പൊ കമല ചോദിച്ചു, എന്താ ഗൗരി, എന്ത് പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിൽ എന്നോട് തുറന്നു പറ. ഒന്ന് തുറന്നു പറഞ്ഞാൽ എന്റെ കേടെനിക്ക് തീർന്നിട്ടില്ല എന്ന് പറയാം. അല്ല ഗൗരി എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലല്ലേ? അല്ല കമലയടുത്ത് അല്ലേ പറഞ്ഞ ധ്രുവനെ കുറിച്ചുള്ള ആ കാര്യം ഇവിടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുത്ത് കമലയടുത്ത് അല്ലേന്ന് ചോദിക്കും. ഞാനോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സത്യം പറ കമലടുത്തി, ഞാൻ കമലടുത്തിയോട് മാത്രം ഇത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ശങ്കറിനും അറിയാവുന്നേ, ശങ്കർ ഒരിക്കലും അത് പറയില്ല. കമലടുത്ത് തന്നെ പറഞ്ഞ എനിക്കത് മനസ്സിലായി. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നല്ലോ എന്ന് പറയുക. ഗൗരി ഞാൻ പറഞ്ഞ് ഒന്നും പറയണ്ട. എന്നാലും കമലടുത്തേക്ക് ഇത്ര സഹായം ഞാൻ ചെയ്തിട്ട് കമലടുത്ത് എനിക്കിട്ട് തന്നെ പാര പണിതല്ലോ. ഇതാ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഉപകാരം ചെയ്യാൻ പറ്റില്ല. കമലയ്ക്ക് സങ്കടമായിപ്പോയി. കമല ഒരിക്കലും മനസ്സിൽ പോലും അറിയാത്ത കാര്യമാണ് ഗൗരി വിളിച്ചു പറയുന്നത്. ഗൗരി പറഞ്ഞു, എനിക്കറിയാം, ഇപ്പോഴല്ലേ ഞാൻ ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. കമല അവിടെ നിന്ന് പൊട്ടിക്കറിയോ. കമലയ്ക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ അമ്മ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, അമ്മയായിരിക്കും പോയി അച്ഛനോട് പറഞ്ഞേ. പക്ഷെ താനിപ്പോ ഗൗരിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇത് കേട്ടോണ്ട് തങ്കച്ചി അങ്ങോട്ട് വന്നേ. തങ്കച്ചിക്ക് സമാധാനമായി. ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി അവർ രണ്ടുപേരും തെറ്റിപ്പിക്കണം. ചെറിയ നിസ്സാര കാര്യം മതി, അത് ഊതി വീർപ്പിച്ച് അങ്ങ് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ കമലയും ഗൗരിയും തമ്മിൽ പിന്നെ ഒരിക്കലും അടുക്കില്ല. അവർ തമ്മിൽ ശത്രുതയായിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാര്യം പകുതി സക്സസ് ആയി. കമലേനെ ഇറക്കി വിടാം, ഗൗരിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.